ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പാർട്ട് 2 ആണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക കേട്ടോ, എന്നാലേ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുള്ളൂ. ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് കമൻസ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ടോട്ടൽ വന്നിട്ടുള്ള കമൻസിൽ 90% ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇതുപോലെ ലേറ്റസ്റ്റ് ആയി വരുന്ന ട്രെൻഡിങ് ഔട്ട്ഫിറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിനായിട്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പാർട്ട് 1ൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ പോകുന്നത്. നമ്മൾ ഈ ഷോൾഡറിൻ്റെ 2 ഭാഗത്തേക്കും വരുന്ന ഈ ഒരു വർക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇതെല്ലാം എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്ന് കാണിച്ചു. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെയാണ് ബാക്കിലും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ടോട്ടൽ 4 പീസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സാറ്റിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് വർക്ക് പീസിൻ്റെ അത് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കട്ടോ. വർക്ക് മുകളിലേക്ക് വരുന്ന രൂപത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ക്രേപ്പിൻ്റെ ലൈനിങ് വെക്കുകയാണ്. നമ്മൾ നെറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ 3 പീസ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്ക് താഴെ ഈ ഒരു കർവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിന് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ സ്റ്റിച്ചിങ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 പീസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു തയ്യൽ തുമ്പ് കാണും. ഇനിയിപ്പോൾ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ലൈനിങ് പീസ് മാത്രം മതിയാവും. നെറ്റിൻ്റെ വർക്ക് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ ക്രേപ്പിൻ്റെ ലൈനിങ് കൂടെ എടുക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളെ തയ്യൽ തുമ്പ് നെറ്റല്ലേ, അപ്പോൾ എന്തായാലും കാണും. അപ്പം ഇതിനെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ക്രോസ് കട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു പീസാണല്ലോ. അപ്പോൾ ഞാൻ ടോട്ടൽ 4 പീസാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ബാക്കിൽ 2 ഫ്രണ്ടിൽ 2 വരുന്ന രൂപത്തിൽ. ഇനി നിങ്ങൾക്ക് ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണെങ്കിൽ ഇത് ഫ്രണ്ടിൽ മാത്രമാക്കിയിട്ട് അങ്ങനെയും കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ യോക്ക് പോർഷൻ ഉണ്ടല്ലോ, പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ഭാഗം, അത് ഇതുപോലെ സാറ്റിൻ്റെ മുകളിലേക്ക് ഈ ഒരു ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ചിട്ട് ഈ ഒരു എഡ്ജൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം മറിച്ചിട്ടെടുക്കാൻ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ക്രോസ് കട്ടും കൂടെ ഇട്ടിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആംഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. നമുക്ക് ആ ഒരു വി ഷേപ്പിൽ വരുന്ന ആ ഒരു മിഡിൽ ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതിൻ്റെ കൂട്ടത്തിൽ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ലൂസ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജിലൂടെ നമുക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതേപോലെ വെച്ച് നോക്കാം കേട്ടോ. ഇത് നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ കർവ് ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ഭാഗമാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ മിഡിൽ ഭാഗം ഉണ്ടല്ലോ, ഒരു കട്ട് വരുന്നൊരു ഭാഗം, അതും നമ്മൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കണം കേട്ടോ. 2 സൈഡും ഒരേപോലെയാണോ വരുന്നത് നോക്കിയിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് മെഷർ ചെയ്തിട്ടും കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു പീസിൻ്റെ ഈ ഒരു എഡ്ജ് കർവായിട്ടുള്ള എഡ്ജൊക്കെ ഒന്നും കൂടെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റാക്കിയിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. 2 സൈഡിലും ആം ഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഞാൻ കറക്റ്റ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗവും നമുക്ക് കറക്റ്റാണ്. നമ്മൾ 1 ഇഞ്ചാണ് ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത്, അതും കൂടെ നോക്കിയിട്ട് ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലാണ് നീങ്ങി പോവാതെ അവിടെ നിന്നോളും. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും അത് നീങ്ങിയിട്ട് നമ്മുടെ മെഷർമെൻറ്റ്സ് ആകെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 1-2 പിന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ വരുന്നത്. ഇനി ബാക്ക് പീസിൽ നമുക്കിതുപോലെ സെയിം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് പീസ് ചെറിയ വ്യത്യാസം വരുന്നത് എന്താ വെച്ചാൽ മിഡിൽ ഭാഗത്തൊരു ഓപ്പൺ ഹുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്ക് 2 സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതും കൂടെ നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് ആ മിഡിലിൽ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം യോക്കിൻ്റെ ഭാഗത്തേക്കായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്.
ഇനി നമുക്കിതിൻ്റെ എഡ്ജിലൂടെ ആയിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേസും കൂടെ ഈ ഒരു ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുത്താൽ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ലേസൊന്നും ജോയിൻ ചെയ്ത് കൊടുക്കുന്നില്ല. ലേസ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് വേണം, നമ്മൾ ആ കോളർ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് വേണം ലേസ് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അതുപോലെ ചെറിയ ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കഴിയില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വർക്കുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് പൊന്തിച്ച് കൊടുത്തിട്ടും ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഓരോ സ്റ്റിച്ചിങ്ങിലും നമുക്ക് ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കാതെ ഒന്ന് നൂല് വലിച്ചിടുക, എന്നിട്ട് രണ്ടാമത് നമുക്ക് എന്താ സ്റ്റിച്ച് ചെയ്യാനുള്ളത് അങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് പോവുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നൂല് പൊട്ടി പോവാതിരിക്കാനും അതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നൂല് കുത്തി കൂടുന്നൊരു പ്രശ്നമൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് നൂല് ത്രെഡ് അപ്പോൾ അങ്ങനെ പൊട്ടി പോവില്ല, നൂല് വലിഞ്ഞു പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ 4 സൈഡും ഇത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് ചെറിയൊരു പാർട്ടേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ വെച്ചിട്ട് ലൈനിങ് പീസ് ഉണ്ടല്ലോ, ഇതുപോലെ രണ്ടും നല്ല വശത്തിന് മുകളിലേക്ക് നല്ല വശമാക്കിയിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ലൈനിങ്ങിനെ നമ്മൾ തിരിച്ചിടുകയാണ് കേട്ടോ. ക്രേപ്പിൻ്റെ ലൈനിങ് മാത്രമായിട്ട് തിരിച്ചിടുകയാണ്. എന്നിട്ട് നമുക്ക് അവിടെ ഒരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പം ഇതുപോലെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് ഈ ഒരു ലൈനിങ് പീസ് മാത്രം അതുപോലെ നമ്മളെ സാറ്റിൻ്റെ ക്ലോത്തും നെറ്റിൻ്റെ ക്ലോത്തും സെയിം ഭാഗത്തേക്കാണ്, ലൈനിങ് മാത്രം ഓപ്പോസിറ്റ് സൈഡിലേക്കൊന്ന് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ആ ഒരു ഭാഗം നേരിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് കാണാത്ത രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുറത്ത് മാത്രമല്ലല്ലോ, അതിൻ്റെ ഉള്ളിലും നമ്മൾ തയ്യൽ തുമ്പൊന്നും കാണാത്ത രൂപത്തിൽ ഫിനിഷിങ്ങിൽ ചെയ്യുമ്പോഴാണ് എപ്പോഴും അത് പെർഫെക്റ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ഷോൾഡറിൻ്റെ ഭാഗവും ഞാൻ തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ലൈനിങ് പീസ് കൂട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ബാക്കിലേക്ക്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് രണ്ടാമതൊരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷോൾഡറൊക്കെ നമ്മളെപ്പോഴും 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഷോൾഡറിൻ്റെ ഭാഗം ഈ ഒരു തയ്യൽ തുമ്പ് നമ്മൾ മറിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇത് ഉള്ളിലേക്കായിട്ടാണ് പോവുക, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അത് നമ്മൾ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ പതിഞ്ഞ് നിന്നോളൂ. അപ്പം ഈ ഒരു ഫിനിഷിങ്ങിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കോളറാണ്. കോളറിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗം ഓപ്പൺ ആണെങ്കിലും അതൊക്കെ നമുക്ക് കോളറിൻ്റെ ഭാഗത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ. എന്നിട്ട് ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പൺ വരുന്നുണ്ടല്ലോ അത്രയും ഭാഗത്തേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് എക്സ്ട്രാ നമ്മൾ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ 12 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്, കോളറിൻ്റെ ലെങ്ത് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 12 ഇഞ്ചസ്, അതിലേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 6.5 ഇഞ്ചസ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ താഴേന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു എഡ്ജ് ഭാഗം ഇതിൽ വേണ്ട. ഇനി ഈ ഒരു കോർണർ ഭാഗം ഇതുപോലെ ഒന്ന് കർവായിട്ടും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് ഉള്ളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 1 ഇഞ്ചായിരിക്കും കേട്ടോ, 1 ഇഞ്ച് വീതിയിലായിരിക്കും ഈ ഒരു കോളർ വരുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ കുട്ടികളുടെ നെക്ക് നമ്മളെ പോലെ വൈഡായിട്ടായിരിക്കില്ല, അവരുടെ കുറച്ച് ഇടുങ്ങിയ നെക്കായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം 1 ഇഞ്ചോ 1.5 ഇഞ്ചിലൊക്കെ ഈ ഒരു കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ലൈനിൽ മാർക്ക് ചെയ്ത ലൈനിൽ കട്ട് ചെയ്തെടുക്കാതെ ചെറുതായിട്ടൊരു തയ്യൽ തുമ്പും കൂടെ വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇത് 1/2 ഇഞ്ചായിട്ട് കുറയും കേട്ടോ. അപ്പോൾ ഇതുപോലെ കോളറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് കോളർ കിട്ടുക കേട്ടോ. അപ്പം ഇതിന് ലൈനിങ് പീസും കൂടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെയിം അളവിൽ തന്നെ ഇതെങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ലൈനിങ് പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കോളറിൽ ഞാൻ ക്യാൻവാസ് പേപ്പർ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ലൈനിങ് പീസും സാറ്റിൻ്റെ ക്ലോത്തും വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു എഡ്ജ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ലൈനിങ് പീസുമായിട്ട് കൂട്ടി തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കോളറിൻ്റെ ഒരു ഭാഗം
തയ്ച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ ഇതുപോലെ ചെറുതായിട്ടൊരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ഉള്ളിലേക്കൊന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കോളർ ഇനി നേരിട്ട് നമ്മുടെ നെക്കിലേക്ക് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഈ നെക്കിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ നമുക്കിതിൻ്റെ 2 സൈഡിലും ഈ ഒരു തയ്യൽ തുമ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടി തയ്ച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. കോളറിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ തയ്ച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മിഡിൽ നോക്കിയിട്ട് വേണം നമ്മൾ ഈ കോളർ ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ഇനി ബാക്കി ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ അങ്ങ് ഒരു പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമ്മളെപ്പോഴും മിഡിൽ ഭാഗം നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. നമ്മൾ ബാക്കിൽ നിന്ന് തുടങ്ങിയാൽ ശരിയാവില്ല. അപ്പോൾ ഞാനത് നോക്കിയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു കോളറിൻ്റെ ഉള്ളിലേക്ക് ആ നെക്കിൻ്റെ ഭാഗം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകും. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ കോളർ. ഇനി നമുക്കിതുപോലെ ചുറ്റിച്ചൊന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. അതിനാണ് ഈ ഒരു കോളറിൻ്റെ തയ്യൽ തുമ്പ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ നമുക്ക് കോളർ ഇനി ഒരുമിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയാലും കോളർ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ ഞാൻ ക്യാൻവാസ് കൊടുക്കാത്തത് കൊണ്ടാണ് ആ ഒരു ഭാഗമൊക്കെ ലൂസായിട്ട് നിൽക്കുന്നത് പോലെ തോന്നുന്നത്. ക്യാൻവാസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ബലത്തിൽ ഫിനിഷിങ്ങിൽ നിൽക്കും. പക്ഷെ ഞാനിത് കുട്ടികൾക്ക് കംഫർട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസ് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ ആ ഒരു ഓപ്പൺ വരുന്ന ഒരു എഡ്ജ് ഭാഗം കൂട്ടി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ലൈനിങ് പീസും മുകളിലത്തെ സാറ്റിൻ പീസും രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ കൂട്ടി തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ എഡ്ജും കൂടെ ഈ ഒരു കോളറിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്കിൻ്റെ എഡ്ജൊന്നും നമുക്ക് പുറത്തേക്ക് കാണില്ല. തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു നെക്ക് നല്ല ഫിനിഷിങ്ങിലായിരിക്കും കിട്ടുക. കോളർ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നമുക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നിയാലും പക്ഷെ ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് ഈ ഒരു കോളറിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ കോളർ ഈ ഒരു താഴെ ഭാഗം മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള എഡ്ജ് ഉണ്ടല്ലോ അതും ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ കോളറും നമ്മൾ ഫിനിഷ് ചെയ്തെടുത്ത് ഈ ഒരു പാറ്റേണിലാണ് കോളർ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാതെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. കോളറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഹുക്ക് എന്തെങ്കിലും കൊടുക്കണ്ട. താഴെ ഭാഗത്തും എല്ലാം ഹുക്ക് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി വർക്ക് വരുന്നൊരു സ്ലീവ്സാണ്. അത് നമുക്ക് ആം ഹോളുമായിട്ട് ഇതുപോലെ കൂട്ടി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ 2 സൈഡും സ്ലീവ്സ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ തയ്യൽ തുമ്പ് സ്ലീവ്സിൻ്റെ ആ ഒരു ബോർഡർ ഉണ്ടല്ലോ അത് നമുക്ക് മടക്കി തയ്ച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇനി സൈഡൊക്കെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത്. സ്ലീവ്സിൻ്റെയും അതുപോലെ നമ്മുടെ യോക്കിൻ്റെ ഭാഗം ഇതുപോലെ 2 സൈഡിലും നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സൊക്കെ നോക്കിയിട്ട് ആ ഒരു ഭാഗം കൂടെ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആ ഒരു ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കേട്ടോ ബാക്കിലും വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഹുക്കൊക്കെ കൊടുത്തിട്ട് ആ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോളർ പ്ലെയിൻ ആയിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു വൈറ്റ് ലൈസ് എടുത്തിട്ട് ബീഡ്സ് വർക്കൊക്കെ വരുന്നൊരു ലൈസാണ് കേട്ടോ. അത് ഈ ഒരു താഴെ ഭാഗത്തേക്ക് കുട്ടികൾക്ക് അധികം ഒരു ഇറിറ്റേഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ഭാഗത്തേക്കായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോളറിൻ്റെ എഡ്ജിലായിട്ട് ഞാൻ നമ്മുടെ ഒരു ഒട്ടിക്കുടുക്കുണ്ടല്ലോ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഒട്ടിക്കുടുക്ക് വെക്കുന്ന ആ ഒരു പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ സ്ലീവ്സിലും അതുപോലെ ഷോൾഡറിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ആ വർക്ക് വരുന്നത് കൊണ്ട് തന്നെ അതാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പ്ലെയിൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്കേർട്ട് നെറ്റിൻ്റെ സ്കേർട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.